നമസ്കാരം. ഞാൻ ഈ നിൽക്കുന്നത് ചെമ്പേരി ടൗണിലാണ്. നമ്മുടെ ചെമ്പേരിയുടെ മനോഹരമായ ടൗണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ജലജീവൻ മിഷന്റെ അശാസ്ത്രീയമായ പണിരീതി മൂലം കുത്തിപ്പൊളിച്ചിടുകയും കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന കനത്ത മഴയിൽ അവ ചളിക്കുളമായി മാറുകയും ചെയ്തതിനെ തുടർന്ന് നമ്മുടെ ചെമ്പേരി ടൗണിലെ വ്യാപാരികളും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചേർന്ന് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകിയതോടെ പഞ്ചായത്ത് ഇടപെട്ട് ഇന്നലെ രാത്രിയോടെ തന്നെ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഇനി പ്രവർത്തനം വൈകിപ്പിക്കുകയോ പണി നിർത്തിവെക്കുകയോ ചെയ്താൽ വലിയൊരു പ്രതിഷേധവുമായി മുന്നോട്ട് വരുമെന്നാണ് നമ്മുടെ വ്യാപാരി വ്യവസായി പ്രസിഡന്റും ഓട്ടോ ടാക്സി തൊഴിലാളികളും ചേർന്ന് തീരുമാനമെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ചെമ്പേരി ടൗണിൽ തലങ്ങും വിലങ്ങും കയറി മുറിച്ചിട്ടിരിക്കുന്ന റോഡുകൾ കഴിഞ്ഞ ദിവസത്തെ മഴയും കൂടി ആയപ്പോൾ പൂർണ്ണമായും ഗതാഗത യോഗ്യമല്ലാതാവുകയും കാൽനട പോലും ദുസ്സഹമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ഓട്ടോ തൊഴിലാളി യൂണിയനുകളുടെ സംയുക്തമായി ഇന്നൊരു പ്രതിഷേധ മാർച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. ഇന്നലെ രാത്രിയിൽ തന്നെ പഞ്ചായത്ത് പ്രസിഡൻറ്റും മറ്റ് മെമ്പർമാരും ഇതിൻ്റെ കോൺട്രാക്ടറുമായിട്ടും ഒക്കെ ആയിട്ട് സംസാരിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് പണി തീർക്കാമെന്ന് പറഞ്ഞ ഉറപ്പിന്മേൽ ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ യാതൊരുവിധ തയ്യാറെടുപ്പുകളും ഇല്ലാതെ നടത്തിയ ഈ പൈപ്പിടിയിൽ ജനങ്ങൾക്ക് മൊത്തം വളരെയേറെ വിഷമമുണ്ടാക്കിയുണ്ടായി. വ്യാപാര സ്ഥാപനങ്ങളിലൊന്നും കയറാൻ പോലും സാധിക്കാത്ത വിധത്തിൽ അത്രയും ഇതായിട്ടായിരുന്നു ഇത് ഇവിടെ പണി നടത്തിക്കൊണ്ടിരുന്നത്. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഇടപെടലിനെ തുടർന്ന് ഇന്നലെ രാത്രിയിൽ തന്നെ അവർ പണി തുടരുന്ന സാഹചര്യത്തിൽ നമ്മൾ ഈ സമരപരിപാടി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എത്രയും പെട്ടെന്ന് തന്നെ പണി പൂർത്തീകരിക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ഇനിയും അനാസ്ഥയുണ്ടായാൽ വലിയ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകും. വികസനത്തിനൊന്നും ഞങ്ങളാരും എതിരല്ല, പക്ഷേ അത് വേണ്ട പ്ലാനിങ്ങോടുകൂടി ചെയ്യണം. അതുകൊണ്ടാണ് ഇന്നത്തെ സമരം മാറ്റിവെച്ചത്. ഈ നല്ല രീതിയിൽ ഇടപെട്ട പഞ്ചായത്ത് പ്രസിഡൻറ്റിനും മറ്റ് ആളുകൾക്കുമൊക്കെ നമ്മൾ നാട്ടുകാരുടെ പേരിലും വ്യാപാര സമൂഹത്തിൻ്റെ പേരിലും തൊഴിലാളികളുടെ പേരിലും ഓട്ടോക്കാരുടെയും ടാക്സിക്കാരുടെയും ഒക്കെ പേരിൽ നന്ദി അറിയിക്കുകയാണ്.